ദിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊഞ്ച് കറിയാണ് ഉണ്ടാക്കുന്നത്, വറുത്തരച്ച കൊഞ്ച് കറി. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തേങ്ങ വറുത്തു. തേങ്ങയിലിട്ടിരിക്കുന്നത് കറിവേപ്പില, കുറച്ച് കറിവേപ്പില, ഒരു 4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചെറുതായി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇത്ര മാത്രമേ ഈ ചേർത്തിട്ടുള്ളൂ. മൂത്തതിന് ശേഷം പൊടിയിടുകയാണ്. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 തേങ്ങ വറുത്തതാണ്, കാരണം വറുത്ത് കഴിയുമ്പോൾ ഇത്രേ കാണത്തുള്ളൂ. അതുകൊണ്ട് കഴിവത് 2 തേങ്ങ എടുത്ത് വെക്കണം. 1 തേങ്ങ ആയാലും മതി, കുഴപ്പമില്ല. 1 കിലോ കൊഞ്ചിന് 2 തേങ്ങ എടുക്കാം, കുഴപ്പമില്ല. 1/2 കിലോ പകുതിയാക്കിയത് 1 തേങ്ങയും ഇടുന്ന അളവിനുള്ളതെല്ലാം കുറയ്ക്കുക. ഇപ്പോൾ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. 1/4 സ്പൂൺ മതി 1 തേങ്ങ. ഇതിപ്പോൾ 2 സ്പൂണാണ്, 2 സ്പൂണല്ല, സോറി, 2 തേങ്ങയും 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. 1.5 സ്പൂണിന് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. 1 സ്പൂൺ മുളക് പൊടിക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇതിലിട്ട് ചെറിയ തീയിലിടുക. ഈ പൊടി ഇടുന്ന സമയത്ത് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിടുക. പിന്നെ വേണ്ടത് പൊടിച്ചതിന് ശേഷം ഒരു ശകലം പുളി, ഒരുപാട് പുളി വേണ്ട. പുളി കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി മാറിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും കറിയെക്കാട്ടി മുന്തി നിൽക്കാൻ പാടില്ല പുളിയുടെ രുചി. ഒരു 1-2 ചുള പുളി മതി. അത് പിഴിഞ്ഞ് ഇതിലൊഴിക്കേണ്ട. അരപ്പ് ഇത് തണുത്ത ശേഷം മിക്സിയിൽ അരയ്ക്കുക. നിങ്ങൾ കൊണ്ടുവന്ന കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 തേങ്ങയൊക്കെ വറുത്തരച്ച് കുറച്ച് ഉള്ളിയും കൂടെ ഒക്കെ ഇട്ട്, ഇതുപോലെ മുഴുവൻ ഉള്ളിയൊക്കെ ഇട്ട് നല്ല വറുത്തരച്ച് അടിപൊളിയായി ഒരു 2-3 ദിവസത്തേക്ക് കുശാലായിട്ടുണ്ട് കറി. അടിപൊളിയായിരുന്നു, അടിപൊളി, സൂപ്പറായിരുന്നു കൊഞ്ച്. ഞാനും തീയും കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത്. അടിപൊളിയായിരുന്നു. ദിയ കഴിക്കാൻ പോവാണ്. ഞാൻ ദിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി അഥവാ കൊഞ്ച് കറി എന്ന് പറയാം, അതിവിടെ റെഡി ആയിട്ടുണ്ട്. അതും കൂട്ടി ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. കുറച്ച് കൊഞ്ച് കറിയും ഇത്തിരി ചോറും പിന്നെ ഒരു കൊഞ്ചും കൂടെ ഇട്ട് കഴിക്കാം. അളവ് കൊടുക്കും. കറി തോനെടുത്ത് കഴിച്ചു നോക്കിയാണ്, കറി മാത്രം കഴിച്ചു നോക്കിയാണ്. ഉപ്പൊക്കെ എല്ലാം കറക്റ്റാണ്. എരിയും ആവശ്യത്തിന് എരിയുള്ളൂ. പുളി ഒഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല, കാരണം പുളി ഇല്ലെന്ന് നമുക്ക് തോന്നുന്നു. കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ തേങ്ങയുടെ എല്ലാത്തിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റും കൂടെ രേഖപ്പെടുത്തണേ. അപ്പം ശരി, ഞാൻ കഴിക്കട്ടെ.